നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് UBAനെ കുറിച്ചാണ്. UBAയുടെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സൽ ബേസിക് അസറ്റ് നമ്മുടെ പൈ നെറ്റ്വർക്കൊക്കെ പോലെ നമുക്ക് മൊബൈലിൽ അല്ലെങ്കിൽ PC തന്നെ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ പറ്റുന്ന കോയിനാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നെറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. ബ്ലോക്ക് ചെയിൻ ലോഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് വിഡ്രോവൽ ഓപ്പൺ ആവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഓൾറെഡി ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ളത് പഴയ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് UBA.Financeൽ പോയിട്ട് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കോട്ട കിട്ടും. കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും മൈൻ ചെയ്യാമെന്നുള്ളൊരു ലിമിറ്റ് കിട്ടും. 1500 സംതിങ് ആയിരിക്കും മിക്കവാറും. 1500 UBA വരെ നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യുമ്പോൾ തന്നെ. അതിൻ്റെ ആ ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോട്ട ഇൻക്രീസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ മൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങളുടെ കോട്ട ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മൈനിങ് റേറ്റ് എല്ലാവർക്കും സെയിം ആണ്. പിന്നെ ടീം മൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു ബോണസ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടും. ടീം മൈൻ ചെയ്യുന്ന സമയത്ത് മൈൻ ചെയ്യാണ്ടിരുന്നെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. കാരണം ഇത് എന്തോരം നാളത്തേക്ക് ഇതിൻ്റെ മൈനിങ് ഉണ്ടെന്ന് അറിയില്ല. ഇവർ തന്നെ പറഞ്ഞുള്ള എന്തോരം നാളുണ്ടാവുമെന്ന്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദിസ് ഈസ് എ ഗ്രേറ്റ് വേ ടു ഇൻക്രീസ് യുവർ മൈനിങ് റേറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു മൈൻ UBA ഫോർ റെഫറൽ ടീം റിവാർഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റിമൈൻഡിങ് യുവർ എക്സിസ്റ്റിംഗ് റെഫറൽ ടീം ടു മൈൻ UBA എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബൈ എ UBA NFT ഓൺ ബൈനാൻസ് NFT ആൻഡ് OKX NFT ടു മൈൻ UBA എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ദ മിഷൻസ് ടു കളക്ട് ഓൾ കൈൻഡ് ഓഫ് UBA NFTs എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഫറൽ ടീം റിവാർഡ് അവർ മൈൻ ചെയ്യണമെങ്കിൽ അവരുടെ ചെറിയൊരു ബൂസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻ ചെയ്യാത്ത റെഫറൽസിനെ നമ്മൾ റിമൈൻഡ് ചെയ്യുക, മൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് റിമൈൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവർ മൈൻ ചെയ്യുമ്പോൾ ആ ബോണസ് കിട്ടും. പിന്നെ മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UBAയുടെ NFT ഉണ്ട്. ഓൾറെഡി ബൈനാൻസ് NFTയിലുള്ളതാണ്. ബൈനാൻസ് NFT ഫോളോ ചെയ്യുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ബൈനാൻസ് NFTയിൽ UBAയുടെ NFT ഉണ്ട്. അത് മേടിച്ചിട്ട് നമുക്ക് അത് സ്റ്റേക്ക് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മൈൻ ചെയ്യുമ്പോൾ നമുക്ക് ബൂസ്റ്റ് കിട്ടും. പിന്നെ കുറേ മിഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UBAയുടെ NFT കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നോക്കുക, UBAനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ അവർ എഴുതിയിട്ടുണ്ട്. UBA ഹെൽപ്സ് വർക്കിംഗ് പീപ്പിൾ, UBA ഹെൽപ്സ് സ്മോൾ ബിസിനസ്സസ് ആൻഡ് എൻ്റർപ്രണേഴ്സ്, UBA ഈസ് ഇൻക്രെഡിബിളി ഗുഡ് ഫോർ പീപ്പിൾസ് ഹെൽത്ത്, UBA ഹെൽപ്സ് ദോസ് അഫക്റ്റഡ് ബൈ ഓട്ടോമേഷൻ, UBA കുഡ് ഗ്രോ ദ എക്കണോമി മോർ ദാൻ ഇറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് ഒരു ചിലവുമില്ല, ജസ്റ്റ് പൈനെട്രക്ക് പോലെ തന്നെ ജസ്റ്റ് ഓണാക്കിയിടുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവരുടെ താഴത്തിട്ട് നമ്മൾ നീങ്ങുമ്പോൾ വി ആർ ഡെവലപ്പിംഗ് മെയിൻനെറ്റ് ആൻഡ് വിഡ്രോവൽ, ഇറ്റ് ടേക്സ് ടൈം ടു ഇംപ്രൂവ്, ബിൽഡിംഗ് എ ഗുഡ് ബ്ലോക്ക് ചെയിൻ എക്സ്പീരിയൻസ് ഡസ് നോട്ട് ഹാപ്പൻ ബൈ ആക്സിഡൻറ്റ്, ഇറ്റ് കുഡ് ബി സൂണർ ഓർ ഡിലേഡ്. കറക്റ്റായിട്ടുള്ള ആ ഒരു ടൈം അവർ പറഞ്ഞിട്ടുള്ള, ബ്ലോക്ക് ചെയിൻ എന്ന് വരുന്നുള്ള കറക്റ്റ് ടൈം പറഞ്ഞിട്ടുള്ള, മൈനിങ് എന്ന് സ്റ്റോപ്പ് ആവുമെന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 year ഉണ്ടാവുമായിരിക്കും മൈനിങ്. അപ്പോൾ ആ 1 year കൊണ്ട് മൈൻ ചെയ്ത് മാക്സിമം എടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ UBAയുടെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. ഇത് UBAയുടെ ഓപ്പൺ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ 3.3572 UBA പെർ മിനിറ്റാണ് കാണിച്ചു തരുന്നത്. ഞാൻ ലാപ്ടോപ്പിലാണ് ഓണാക്കണമെങ്കിൽ എനിക്ക് അതിലും കൂടുതൽ കാണിച്ച പോലെ തോന്നി. 0.5 സംതിങ് കിട്ടുന്നുണ്ട്. ഇപ്പം മൈൻ ചെയ്യണത് 550 UBA പെർ മിനിറ്റാണ് ഇപ്പോൾ നെറ്റ്വർക്ക് മൈനിങ് ഉള്ളത്. അപ്പോൾ പാർട്ടിസിപ്പൻസ് 1663 പാർട്ടിസിപ്പൻസ് ഉള്ളൂ. പാർട്ടിസിപ്പൻസ് വളരെ കുറവാണ്. ഇപ്പം ഓൾറെഡി ജോയിൻ ചെയ്ത ആരും അങ്ങനെ മൈൻ ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓർമ്മിപ്പിക്കാനുള്ള വീഡിയോ ആണ്. മൈൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൻ ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ മൈൻ ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ 3860 UBA ആയിട്ടുണ്ട്. ഇവിടെ എനിക്ക് UBA കോട്ട എന്ന് പറഞ്ഞാൽ കാണിച്ചത് 1,44,586 അതെന്ന് വെച്ചാൽ റെഫറൽസ് ടീംസ് കുറച്ചുണ്ട്, ടീം മെമ്പേഴ്സ് കുറച്ചുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്രയും വരെ വേണമെങ്കിൽ മൈൻ ചെയ്യാം. പക്ഷേ അത്ര ആവണമെങ്കിൽ ടൈം എടുക്കും. ഇത്രയും വരെ എനിക്ക് വേണമെങ്കിൽ മൈൻ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചത്.
പിന്നെ ഈസ് യു ബി ഐ ഇസ് എ ബ്ലോക്ക് ചെയിൻ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. യു ബി ഐ ഇസ് എ ന്യൂ ബ്ലോക്ക് ചെയിൻ. യൂസേഴ്സ് ക്യാൻ ട്രേഡ് ഇറ്റ് ഓർ സ്റ്റേക്ക് ഇറ്റ് ഫോർ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആപ്ലിക്കേഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ യു ബി ഐയുടെ ബ്ലോക്ക് ചെയിൻ വന്നു കഴിയുമ്പോൾ മിക്കവാറും നല്ല രീതിക്ക് പ്രൈസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള യു ബി ഐയുടെ ടെസ്റ്റിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ടീം ബോണസ് എനിക്കിപ്പോൾ 0 ആണ്, കാരണം എൻ്റെ ടീമൊന്നും ആക്റ്റീവ് അല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എൻ്റെ ടീമൊന്നും ആക്റ്റീവ് അല്ല. ഇത് എൻ്റെ തന്നെ വേറൊരു അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വേറൊരു അക്കൗണ്ട് നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 ഡിവൈസൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ അത് മൈൻ ചെയ്യാതോ, ഒരെണ്ണത്തിൽ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് മൈൻ ചെയ്യാതോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബൂസ്റ്റും കൂടി നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലായിട്ട് കിട്ടും. ഇതിൽ കുറേ പേര് അത്യാവശ്യം നല്ലവണ്ണം മൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കണ്ടോ, ഇതിൽ അക്ഷയ് എന്ന് പറയുന്ന ആൾ അത്യാവശ്യം മൈൻ ചെയ്തിട്ടുണ്ട്. 18,500 UBA കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ മൈൻ ചെയ്ത ആളാണ്. അപ്പോൾ അത്യാവശ്യം കുറേ പേര് നന്നായിട്ട് മൈൻ ചെയ്തിട്ടുണ്ട്. കുറേ പേര് സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ബാക്ക് അടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം മൈൻ ചെയ്യാൻ നോക്കുക. മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അത് പറയാനാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ അക്കൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ UBA കാണാൻ പറ്റും. പിന്നെ ബൈൻഡ് വാളറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ NFT മൈനിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ NFT വെച്ചിട്ട് മൈൻ ചെയ്യണത്. നമുക്ക് യുവർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണിച്ചാലുള്ള, കാരണം എനിക്ക് NFT ഒന്നുമില്ല. പിന്നെ ഗെറ്റ് കോട്ടയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് കോട്ട കൂടുതൽ കിട്ടണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻവൈറ്റ് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1016 UBA ആണ് കിട്ടുന്നത് കേട്ടോ. 1016 UBA കിട്ടും കോട്ടയായിട്ട്. അതായത് നമ്മുടെ ഈ ഒരു UBA കോട്ട ഇൻക്രീസ് ആകും. അപ്പോൾ അത്രയും കൂടി നമുക്ക് എക്സ്ട്രാ മൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് UBA കോട്ടയൊന്നും ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി 1 lakh സംതിങ് ഉണ്ട്. അപ്പോൾ അത്രയൊന്നും അടുത്തൊന്നും മൈൻ ചെയ്താവില്ല. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഓർമ്മിപ്പിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.